ഇവളുടെ മനസ്സിൽ 2 കാര്യം ഉണ്ടായിരുന്നെന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. ഒന്ന് തള്ളിയിടുക, ഉം. അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പിനെ കൊണ്ട്, അവിടെ പാമ്പുള്ള സ്ഥലമാണ്, ആ പാമ്പ് കടിച്ചെന്നപ്പോൾ അങ്ങനെ ഇയാൾ മറിഞ്ഞു വീണെന്ന് അങ്ങനെ തള്ളി, അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ചെയ്യാമല്ലോ അവർക്ക്. അതെ. സാധാരണഗതിയിൽ സംശയം തോന്നണം, അതെ. കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ, അറക്കാനല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട്, അപ്പോൾ അവനും വലിയ വിവരമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ജയിൽ ഐ ജിയുടെ മകളാണ്, ഓക്കെ. ആ മകളെ കല്യാണം കഴിച്ചതാണ്. പക്ഷേ ആ പെൺകുട്ടിയെ കാണാൻ വീട്ടിൽ ചെന്നപ്പം അതിൻ്റെ അനിയത്തെ കണ്ട് ഭ്രമിച്ചു പോയി. ഓക്കെ. അപ്പം വീട്ടുകാർ പറഞ്ഞ ലക്ഷ്മി ഒന്നും അല്ല നിന്നെ, ലക്ഷ്മിയാണ് നമ്മൾ നിന്നെ കല്യാണം ആലോചിച്ച, അനിയത്തിയല്ല. പക്ഷേ മനസ്സിലോട്ട് കയറി. അത് അനിയത്തിയെ കിട്ടണമെന്ന് ഉദ്ദേശിച്ച് ലക്ഷ്മിയെ ഇയാൾ കൊന്നു. അവിചാരക്രിയ ചെയ്യുന്ന അവനാണ് ഇവൻ്റെ ദൈവം. ഓക്കെ. അപ്പം വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ മലയാളിയുടെ? ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ്, ലോകം മുഴുവൻ. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള നമുക്ക് നമ്മുടെ കുട്ടികൾ ഈ രീതിയിൽ സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ അബദ്ധസഞ്ചാരം തന്നെയാണ് നടത്തുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൂനെയിൽ നടന്നൊരു കൊലപാതകം നമ്മെ ഏവരെയും ഞെട്ടിച്ചു. കേതൻ വിശാൽ അഗർവാൾ എന്ന 26-കാരൻ ശതകോടീശ്വരൻ്റെ മകൻ സ്വന്തം പ്രതിശ്രുത വധുവാൽ കൊല്ലപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ അവരുടെ കാമുകന്മാരും ഗുണ്ടകളും ചേർന്ന് അദ്ദേഹത്തെ വലിയൊരു കോട്ടയുടെ മുകളിൽ നിന്നും അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകത്തിൻ്റെ ഉദ്ദേശ്യം അത് നമ്മളേവരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിലൊരു കൊലപാതകം എന്തുകൊണ്ട് നടന്നു? വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബത്തിലെ, ധനികരായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾ ഇത്തരത്തിലുള്ള ക്രൈമിലേക്ക് എന്തുകൊണ്ട് പോകുന്നു? ഇത് നമ്മൾ ഓരോരുത്തരും ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയം നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു മുൻ SP ശ്രീ ജോർജ് ജോസഫ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സർ, ഈ കൊലപാതകം സംബന്ധിച്ചുള്ള വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ ഒരു അവിശ്വസനീയതയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇങ്ങനെ എന്തിന് കൊല്ലണം? ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് വിട്ടുപോയാൽ പോരെ എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ സമൂഹത്തിലെ വലിയ പണക്കാര്, അവരുടെ മക്കളുമൊക്കെ, അവർക്കൊക്കെ മറ്റു സാധാരണക്കാരൻ്റെ ഒരു സാമൂഹ്യ ബോധമോ മെച്യൂരിറ്റി ഇല്ല. ഓക്കെ. പണത്തിനകത്തും വിദേശത്തൊക്കെ പോയി കറങ്ങി വന്ന് സൂഹിക്കുന്നതല്ലാതെ അവർക്കൊരു സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധിയില്ല. അതാണ് ഇതിനകത്ത് ഈ കാണുന്നത്. ഞാൻ ധാരാളം കേസുകൾ ഇപ്പം കാണുന്നുണ്ട് ഇതുപോലെ, നോർത്ത് ഇന്ത്യയിൽ ഇവിടെയൊക്കെ വലിയ പണക്കാരെടുത്ത്. അതൊരു സാധാരണക്കാരൻ്റെ പോലും ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുകയാണ് എല്ലാവരും. ഇപ്പം അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ അല്ലേ ഈ കേസ്. കാരണം ഒരു ശതകോടീശ്വരനായ ആ പയ്യനുമായിട്ട് ഇവർക്ക് പ്രേമമായി, അങ്ങനെ അത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം ഇവളുടെ മനസ്സിൽ അചിന്ത മാറി. കാരണം കല്യാണത്തിനെല്ലാം ഒരുക്കം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം 31/5/2026 പൂനെയിലെ അവിടെ ഒരു മലയുടെ മുകളിലുള്ള കോട്ട കാണാനായിട്ട് ഇവർ രണ്ടും കല്യാണം നടക്കാൻ പോവാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച്, വീട്ടുകാർക്കൊന്നും തടസ്സമില്ല. അങ്ങനെ അവിടെ ചെന്ന് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവക്ക് ഇപ്പോൾ ഒരു പുതിയ കാമുകനുണ്ട്, അടുപ്പമുണ്ട്, അത് മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. കാരണം അത്ര ശതകോടീശ്വരനാണ്, വീട്ടുകാരും നാട്ടുകാരും ഒന്നും സമ്മതിക്കത്തില്ല, അത്ര നല്ലൊരു കല്യാണം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആ കുട്ടിക്ക് മാനസികമായിട്ട് മാറാൻ പറ്റുന്നില്ല. അതേ സമയത്ത് മറ്റൊരുത്തിലേക്ക് അവളുടെ മനസ്സ് പറിച്ചു നട്ട് കഴിഞ്ഞു. ഇതൊക്കെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കാര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ അവക്കൊരു ദുർചിന്ത മനസ്സിൽ വന്നു, ഇവനെ വേണ്ട, മറ്റവനെ മതി. അങ്ങനെയാണ് പൂനെയിലെ ആ മലയുടെ മുകളിൽ ആ കോട്ടയുടെ അവിടെ പോയി നിൽക്കുമ്പം അതിൻ്റെ ആഴം കണ്ടപ്പം, ധാരാളം ഇവള് വായിച്ചിട്ടുണ്ട് തള്ളിയിട്ട് കൊല്ലുന്നതിനെ പറ്റി. അപ്പം ഇയാളെ ഒന്ന് തള്ളിയിട്ട് കൊല്ലാനായിട്ട് സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് മനസ്സിലോട്ട് തോന്നി. രണ്ടുപേരും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇവള് ഇത് മനസ്സിൽ തികട്ടി വന്നു. അന്നേരമാണ് അവനെ വിളിച്ചു, തന്നെ ആക്സിഡൻ്റൽ ഡെത്തായിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 14/6 വീണ്ടും ഇവനെ വിളിച്ചിട്ട് കാമുകനല്ലേ കല്യാണം കഴിക്കാൻ പോയി ഒന്ന്. അപ്പോൾ ഈ പുതുപ്പെണ്ണല്ലേ, ശരി പോയേക്കാന്ന് പറഞ്ഞ് ഇവനും കൂടെ ആയിട്ട് അവിടെ ചെന്നു. അപ്പോൾ ഇതൊരു ചതി ഉണ്ടെന്ന് അവൻ അറിയില്ലല്ലോ, കല്യാണം കഴിക്കാൻ പോയില്ലേ. അത് തന്നെയില്ല, അത് ഉദയപൂർ പാലസ് 17 കോടി രൂപയാണ് ഒരു ദിവസത്തെ റെൻറ്റ്. ഒരു ദിവസത്തെ. നമ്മളൊക്കെ ഇവിടെ 2 ലക്ഷം 5 ലക്ഷമൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനോട് കൂടി ഞാൻ ആദ്യം കാണുന്നത്. അത് ബുക്ക് ചെയ്തിരിക്കുന്നു ഈ ശതകോടീശ്വരന് കല്യാണം നടത്താൻ, നവംബർ കല്യാണം നടത്താൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് ഇവക്ക് ഒരു ദുർചിന്ത വന്നപ്പോൾ രണ്ടാമത് ഇവള് ഒന്നുകൂടെ ഇവനെ വിളിച്ചുകൊണ്ട് പോയി. ആ 14/6 വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം അതിനകത്ത് ഇവനൊരു ആക്സിഡൻ്റ് എത്തി മരിച്ചെന്ന് പറഞ്ഞാൽ ഇവക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, മറ്റേ കാമുവിനൊപ്പം ജീവിക്കുകയും ചെയ്യാമല്ലോ.
അന്നേരം തോന്നിയിട്ട് സെൽഫി എടുക്കുന്ന പോലെ ആ ആ ബ്രിമ്മിൽ പോയി നിന്ന് രണ്ടുപേരും. ഇവളുടെ മനസ്സിൽ 2 കാര്യം ഉണ്ടായിരുന്നെന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. ഒന്ന് തള്ളിയിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പിനെ കൊണ്ട്, അവിടെ പാമ്പുള്ള സ്ഥലമാണ്, ആ പാമ്പ് കടിച്ചെന്നപ്പോൾ അങ്ങനെ ഇയാൾ മറിഞ്ഞു വീണെന്ന് അങ്ങനെ തള്ളി, അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ചെയ്യാമല്ലോ അവർക്ക്. അതെ, അതാണ് പാമ്പിനെ കണ്ടു പേടിച്ച് താഴെ വീണ് മരിച്ചു. ഇതായിരുന്നു ഇവളുടെ മനസ്സിലിരുന്നത്. പക്ഷെ അങ്ങനെ പോയി ഇവർ 2 സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പം അത് നടക്കാതെ വന്നു. ഇയാൾ വീഴുകയും ചെടിയിലൊക്കെ പിടിച്ച് കയറുകയും ചെയ്തു. അതോടുകൂടി പ്ലാൻ മാറി. അതിനുശേഷം വീണ്ടും വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചു, തട്ടിക്കളയാം, അതിന് ഇനി വേറെ മാർഗമൊന്നും, അല്ലെങ്കിൽ കല്യാണം നടക്കും. വീട്ടുകാരും സമ്മതിക്കത്തില്ല, ചെറുക്കൻ്റെ വീട്ടുകാരും സമ്മതിക്കാതെ, ബന്ധുക്കൾ ആരും. ഇത്രയും വലിയൊരു കല്യാണമല്ല, ശതകോടീശ്വരരുടെ മകനല്ലേ കല്യാണം കഴിക്കുന്നത്. 26 വയസ്സുള്ള ആ ചെറുക്കനെ, ഇവർക്ക് വേണ്ട 22 വയസ്സോ 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ അത് 31-ാം തീയതി പോയപ്പോഴാണ് മനസ്സിൽ ആദ്യം ഇത് വന്നത്. അങ്ങനെ മറ്റേ കാമുകൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് ഈ തട്ടിക്കളയാം, സമ്മതിച്ച് നിങ്ങൾ പൊക്കോ, ഒന്നുകൂടെ. അപ്പം 3-ാമത്തെ പ്രാവശ്യമാണ്. സാധാരണഗതിയിൽ സംശയം തോന്നണം, കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ, അറക്കാനല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട്. അപ്പോൾ അവനും വലിയ വിവരമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയും പണമുള്ളവർക്കൊക്കെ സൂചിച്ച് നടക്കുകയും ഫ്ലൈറ്റിൽ പോവുകയും ലോകം മുഴുവൻ അവർ സന്തോഷിച്ച് നടക്കുകയും പണം ചിലവാക്കി പോകുന്നല്ലാതെ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും കുടുംബജീവിതം എന്താണെന്നും ഭാര്യാഭർത്തൃ ബന്ധം എന്താണെന്നും അപ്പനും മക്കളുമായിട്ടുള്ള അങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഇവർക്ക് ആർക്കും ഇല്ല. വലിയ പണക്കാരെല്ലാം ഞാൻ കാണുന്നത് അങ്ങനെയാണ്, ഒരു ബന്ധങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ 3-ാമത്തെ പ്രാവശ്യം ഈ മണ്ടൻ പോയി, പ്രതിസുത വരൻ, അവൻ പോയി 3-ാമത്തെ പ്രാവശ്യം ഇവളുടെ കാമുകനും വന്നിട്ട്, മറ്റേ കൂടെ 2 പേരുണ്ട് ഗുണ്ടകൾ, അവൻ കൊണ്ടുവന്നാണ്. അവിടെ ചെന്ന് ആ അരികിൽ നിൽക്കുന്ന സമയത്ത് ബലം പ്രയോഗിച്ച് ഇവരെ 3 പേരും കൂടെ ചേറി അവനെ തള്ളിയിട്ട് ആഴത്തിലേക്ക് വീണു. അന്നേരം തന്നെ മരിക്കുകയും ചെയ്ത പയ്യൻ. അപ്പോൾ ഇത് ധാരാളം സംഭവങ്ങൾ. പണക്കാരുടെ മക്കൾ, പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി, ഡൽഹിയിൽ പല സ്ഥലത്തും ഇതുപോലെ മാത്രം, UP-യിലും ഡൽഹിയിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ധാരാളം കുട്ടികളെ ഇങ്ങനെ കൊല്ലുന്നുണ്ട്. അത് ഒരാഴ്ച 2 ആഴ്ച പ്രേമം കാണും, പിന്നെ കളയും, പിന്നെ പോവും. അങ്ങനെ വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടു, യുപിയിലല്ല, മധ്യപ്രദേശിൽ വീട്ടിലെ പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയിട്ട് കാമുകനായിട്ട് പോയി. പക്ഷെ അവനെ തിരിച്ചു പിടിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവനെ കൊന്നു കളഞ്ഞു. അതുപോലെ ഈ അടുത്ത കാലത്ത് ഡയമണ്ടിൻ്റെ അവിടെ ഗുജറാത്തിൽ, അത് മധ്യപ്രദേശിലെ ഡയമണ്ട് ഷോപ്പിൽ നിന്നൊരു പെൺകുട്ടി, അവൾക്ക് മെച്യൂരിറ്റി ഇല്ല. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഇത് കുറച്ച് അടിച്ചു മാറ്റിയാൽ കൊള്ളാമെന്ന് അവൾക്ക് തോന്നി. അവൾ അതിൻ്റെ ടെക്നിക്ക് ഞാൻ കണ്ടു. അത് CCTV ദൃശ്യത്തിനകത്ത് കാണിച്ചു. ബോക്സിനകത്താണ് ഓരോ റിങ്ങും ഡയമണ്ടൊക്കെ വെച്ചിരിക്കുന്നത്. പെട്ടിയെടുത്ത് മേശപ്പുറത്ത് വെക്കുമ്പോൾ ഇത് CCTV കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇത് തുറന്ന് കാണിക്കാം, അടച്ചിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റാഫിന് മോട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവളത് തുറന്ന് വെച്ചിട്ട് അവിടെ ചെറിയൊരു വടി പോലെ ചെറിയൊരു സാധനം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒരു തൂപ്പ് തൂക്കുമ്പം ഇവളുടെ വലിയ പോക്കറ്റുള്ള ഒരു ഷർട്ട് ഇത് അവളിട്ടിരിക്കും, അതിനകത്തോട്ട് വീഴും. അതിനുശേഷം അപ്പം അവർ CCTV മുഴുവൻ നോക്കിക്കഴിയുമ്പം ഈ സാധനം മോഷിച്ചിട്ടില്ല, അതവിടെ കൊണ്ട് എടുത്ത് ആളെ കാണിച്ചിട്ട് മടക്കി ചെറിയ പെട്ടിക്കകത്താണ് ഡയമണ്ട് എല്ലാം വെക്കുന്നത്. ചെറിയ അടക്കുന്ന ഗ്ലാസ്സുള്ള പെട്ടി, ഗ്ലാസ് കൂടെ കാണാം നമുക്ക്. അപ്പോൾ ഞാനത് കണ്ടു. അപ്പം ഇങ്ങനെ ഒരു തട്ട് തട്ടുമ്പോൾ ഇവള് പ്രത്യേകം ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്, വലിയ പോക്കറ്റുള്ള. അതിനകത്ത് കറക്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് വീഴും. അങ്ങനെ ഡയമണ്ട് ഇവളേണ്ട് 16-19 ലക്ഷം രൂപയുടെ മൊത്തം അടിച്ചു. ആ പൈസ മുഴുവൻ കാമുവിന് കൊടുത്തു. കാമുവിനുമായിട്ട് ഇവള് അവിടെ വിട്ടുപോയി. അതിനുശേഷം കാമുകൻ ഇവളെ കൊന്നു. പോയ പോക്കണ്ടില്ലേ. ഇതൊക്കെ പണത്തിൻ്റെ ആർത്തി കൊണ്ട് പലർക്കും സമയം. സാധാരണക്കാരനായിട്ട് ജീവിക്കാനായിട്ട് പഠിക്കണം എല്ലാവരും, മക്കളും കൊച്ചുമക്കളും എല്ലാവരും പഠിക്കണം. ഗാന്ധിജിയൊക്കെ വല്ലപ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആ രീതിയിലോട്ട് ഈ ലക്ഷറി ഇതിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം നാൾ നമ്മുടെ ജീവിതം നിലനിൽക്കുന്നില്ല. മിക്കവാറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് 50 വയസ്സിനൊക്കെ തട്ടിപ്പോവും. അത് ഞാൻ കാണുന്നത് മിക്കവാറും എല്ലാം ആ ലൈഫിന് മുഴുവൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ക്രിമിനൽ സൈഡിലോട്ട് പോകാതെ വെറും സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിക്കണം. ആ രീതിയിൽ ലളിത ജീവിതം നടിക്കാൻ ഗാന്ധിജിയെ കൂടെ നമ്മൾ ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ പറ്റി പഠിക്കാൻ പിള്ളേരാരും ശ്രദ്ധിക്കത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ മുഴുവൻ കണ്ടത് ഈ കിഴക്കേക്കോട്ട ചെന്ന് കഴിഞ്ഞപ്പം ഫുട്ബോളിൻ്റെ എല്ലാ ആൾക്കാരും, പ്രായമുള്ളവരും ഫുട്ബോളിൻ്റെ ജേഴ്സി, അവരുടെ ജേഴ്സി അവിടെ വിൽക്കുന്നുണ്ട്. എന്തൊരു കച്ചവടമാണ്! ആൾക്കാരുടെ ട്രെൻഡ് കണ്ടില്ലേ? അപ്പോൾ അതിനോട് ഭ്രാന്ത് കയറി കഴിഞ്ഞപ്പം 4-5 ഷർട്ടുകൾ വാങ്ങിക്കുന്നത് 200 രൂപ 300 രൂപ ഒരു ഷർട്ടിന്. അത് മെസ്സിയുടെ, റിവാൾഡോ, മറ്റേ എല്ലാവരുടെയും ഉണ്ട്.
അവരിടുന്ന ആ ജേഴ്സി എല്ലാവരും ചാലയിൽ നിന്ന് പോയി നോക്കിക്കേ, റോഡ് സൈഡിൽ ആ രാമേന്ദ്ര സെക്ഷനിൽ നോക്കിക്കേ, ലക്ഷക്കണക്കിന് സാധനങ്ങളാണ് വിറ്റ് പോകുന്നത്. അപ്പോൾ ട്രെൻഡ് കണ്ടില്ലേ? ട്രെൻഡ്. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് പോകുന്നൊരു തലമുറ അത് നാശത്തിലേക്കാണ് പോകുന്നത്. യാഥാർത്ഥ്യം അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇത്തരത്തിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും പലപ്പോഴും വായിച്ചിട്ടുണ്ട് പല കേസുകളിലും ഒക്കെ തന്നെ, ഈ സ്ത്രീകൾ സ്വന്തം ഭർത്താവിനെ കൊന്ന് കാമുകനൊപ്പം പോകുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ അപക്വമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കേസുകൾ അന്വേഷിച്ചിട്ടുണ്ടോ? ധാരാളമുണ്ട്, ധാരാളം. ഒന്നും വേണ്ടല്ലോ, ട്രിവാൻഡ്രത്ത് ജഗതിയിലെ ലക്ഷ്മി കേസ് അങ്ങനെയല്ലേ? ലക്ഷ്മി കൊലക്കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മിസ്സസ് സി ആയിരുന്നപ്പം പിടിച്ച കേസാണ്. അതിനകത്ത് ആ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ജയിൽ ഐജിയുടെ മകളാണ്. ആ മകളെ കല്യാണം കഴിച്ചതാണ്. പക്ഷെ ആ പെൺകുട്ടിയെ കാണാൻ വീട്ടിൽ ചെന്നപ്പം അതിൻ്റെ അനിയത്തെ കണ്ട് ഭ്രമിച്ചു പോയി. അപ്പം വീട്ടുകാർ പറഞ്ഞ ലക്ഷ്മി ഒന്നും അല്ല, ലക്ഷ്മിയാണ് നമ്മൾ നിന്നെ കല്യാണം ആലോചിച്ച, അനിയത്തിയല്ല. പക്ഷെ മനസ്സിലോട്ട് കയറി. അത് അനിയത്തിയെ കിട്ടണമെന്ന് ഉദ്ദേശിച്ച് ലക്ഷ്മി ഇയാൾ കൊന്നത് എങ്ങനെയാണ്? വാടകയ്ക്ക് ഗുണ്ടകളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് അത് കൊല്ലുന്നത്. അപ്പം നമ്മൾ ഈ കുട്ടികളെ വളർത്തേണ്ട സന്ദർഭത്തിലും ഒക്കെ അവർക്ക് ഇതുപോലെയുള്ള ലെസൺസ് ഒക്കെ പറഞ്ഞ്, കാരണം നമ്മുടെ ജീവിതം അങ്ങനെയല്ല പോകുന്നത്. നമ്മൾ മോഹിക്കുന്ന ഒന്നും സാധാരണഗതിയിൽ നടക്കില്ല. നമുക്ക് ലളിത ജീവിതത്തിലോട്ട് തന്നെ പോകണം. ആ രീതിയിൽ ഭക്ഷണ കാര്യത്തിലായാലും ശരി, ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും, എല്ലാവർക്കും ഇപ്പോൾ ഏത് പാവപ്പെട്ട വീട്ടിലായാലും ശരി 6, 8, 10, 12 ഷർട്ട്, 12 സാരി അല്ലെങ്കിൽ അതുപോലൊരു ഡ്രസ്സ് ഉണ്ട്. പക്ഷെ 2 ഡ്രസ്സ് കൊണ്ട് കഴിയുന്നവർ ഉണ്ട് ഇവിടെ, ഉറപ്പായിട്ടുണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ കഴിയാനും ശീലിപ്പിക്കണ്ടേ? ശരിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയായാലും ഏത് തലമുറയാണെങ്കിൽ തന്നെയും ഈ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി, അതും മൊബൈലിലേക്ക് കൂടി ഇൻ്റർനെറ്റ് എത്തിയതോടുകൂടി തെറ്റിലേക്ക് പോകാനുള്ള പ്രവണത കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇവരൊക്കെ കാണുകയാണ് ലോകത്ത് എന്തെല്ലാമുണ്ട്, അതിലൊക്കെ ഭ്രമിച്ചു പോയി അങ്ങോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് തോന്നി യുവതലമുറ. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ അട്രാക്റ്റഡ് ആകുന്നത് ഈ മയക്കുമരുന്ന്, അതുപോലെ തന്നെ തെറ്റായ കൂട്ടുകെട്ട്, ക്രിമിനൽ കൂട്ടുകെട്ടിലേക്കൊക്കെ തന്നെ പോകുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്വന്തം മാതാപിതാക്കളെ പോലും കത്തികൊണ്ട് കുത്തി അവരെ ആക്രമിച്ച് എങ്ങനെയും പണം സ്വന്തമാക്കാൻ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. അത് തീർച്ചയായിട്ടും എന്നാണെന്നറിയോ, ഈ മയക്കുമരുന്നിൻ്റെ ആധിക്യം അതൊരു ആലുസിനേഷനിലോട്ടല്ലേ പോകുന്നത്. അത് കുട്ടികളുടെ മൈൻഡിനകത്ത് അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പീക്കിലോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ കേരളിൻ്റെ കേസ് അറിയാമല്ലോ, നന്തൻകോട്ടെ. അപ്പം അതുകൊണ്ട് എത്ര പിള്ളേരായി. കേരളം മാത്രമല്ല, ഇവിടെ വെഞ്ഞാറമൂട്ടിലെ കണ്ടില്ലേ? അങ്ങനെ ഒത്തിരി ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അത് ഈ കുട്ടികളുടെ ചെറുപ്പം മുതലേ ഈ അഡിക്ഷനിലോട്ടും പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലോട്ടും ഒക്കെ നമ്മൾ ചാടിക്കഴിയുമ്പം നമ്മുടെ ബ്രെയിനെ അത് മാത്രം അങ്ങ് ഡെവലപ്പ് ചെയ്ത് പോകുന്നല്ലാതെ മറ്റുള്ള സോഷ്യൽ ബീയിങ്ങിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ആ ഏരിയയിലോട്ട് വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ അതിൻ്റെ അപ്പുറത്തോടെ അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പനെയും കൊല്ലും, അമ്മയും കൊല്ലും, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. പിന്നെ അവർ അത് തന്നെയല്ല, ഇപ്പോഴത്തെ മലയാളികൾ, ഞാൻ പലപ്പോഴും പറയും, മലയാളികൾ നമ്മൾ 99% സാച്ചുറേറ്റഡ്, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുള്ളൊരു 99% ആൾക്കാരും നമുക്ക് വിദ്യാഭ്യാസമുള്ളവരാണ് മലയാളികൾ, ഇല്ലേ? പക്ഷേ ആ വ്യത്യാസം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ഇവിടെ നമുക്ക് അറിയാമല്ലോ, ഈ നമ്മുടെ എലന്തൂരിലെ സംഭവം അറിയാമല്ലോ. ആൾക്കാരെ ഇപ്പോഴും നമ്മൾ പഴയ കാലത്തെ നമ്മൾ ചെയ്യുന്ന ആ ആഭിചാരക്രിയകളെല്ലാം ഇപ്പോഴും നടത്തിക്കൊണ്ട് വിദ്യാഭ്യാസമുള്ള ഈ അടുത്ത കാലത്ത് ഞാൻ കുറേ കുട്ടികളെ കണ്ടു, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നതാണ്. അതൊക്കെ സമൂഹത്തിൽ ചില വ്യക്തികൾ ഇവരെ വഴിതിരിച്ചു വിളിക്കുന്നുണ്ട്. അവനാണ് ദൈവം എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾ അവൻ്റെ ഫോട്ടോ അവൻ്റെ വീട്ടിലും ബെഡ്റൂമിലൊക്കെ ഒട്ടിച്ച് വെച്ച 2-3 കേസുണ്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് തോന്നുന്നു. അങ്ങനെയുണ്ട്. അത് കൊച്ചുകുട്ടികളെ പോലെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? കൊച്ചുകുട്ടികളെ അവനെ വീട്ടക്കാരനാണ്. അവൻ്റെ ദൈവം എന്ന് പറയുന്നത് ഇവിടെ ഒരു ശക്തിയായ ഒരുത്തനാണ്, ആഭിചാരക്രിയ ചെയ്യുന്ന ഒരുത്തനാണ്. കാരണം അവരൊക്കെ ഈ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവനെ വന്നു കഴിഞ്ഞ് ഇവിടുന്ന് അയാൾക്ക് ഈ തമിഴ്നാട്ടിലെ ഒരു ഫോറസ്റ്റിനകത്ത് ഒരു ചെറിയ വീട് വെച്ചിട്ടുണ്ട്. ഈ പിള്ളേരെല്ലാം കാറൊക്കെ അവിടെ കൊണ്ടുപോകും, ഒരു എക്സ്പെഡീഷൻ പോലെ. ആ കുട്ടികൾ ഇവനെ വിട്ടു പോകത്തില്ല. അതിൻ്റെ പേരൻസ് വന്നു കഴിഞ്ഞപ്പോൾ അയാളെ കൊല്ലുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് മാറുന്നതായിരിക്കും നല്ലത്. അയാൾ മാറി താമസിച്ചു. കാരണം അപ്പനും അമ്മയൊന്നും അല്ല, അയാൾ ആഭിചാരക്രിയ ചെയ്യുന്ന അവനാണ് ഇവൻ്റെ ദൈവം. അപ്പം വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ മലയാളികളുടെ? ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ്, ലോകം മുഴുവൻ. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള നമുക്ക് നമ്മുടെ കുട്ടികൾ ഈ രീതിയിൽ സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ അബദ്ധസഞ്ചാരം തന്നെയാണ് നടത്തുന്നത്. അതിന് കാരണം ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ അതുപോലുള്ള സംഭവങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് ഇവരെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കുമോ?
ഓപ്പറേഷൻ തൂഫാൻ നല്ല കാര്യം തന്നെ. കാരണം എന്നറിയോ, കേരളത്തിൽ എല്ലായിടത്തും വ്യാപകമായി ഡ്രഗ്സ് വിൽക്കുന്ന സ്ഥലങ്ങളായി മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ ഇന്ന സ്ഥലം എന്നൊക്കെ പറയും. ഇപ്പോൾ സർവ്വ സ്ഥലത്ത് എവിടെ ചെന്നാലും നമുക്ക് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു. റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ നിന്നാൽ മതി, തന്നിട്ട് ഒരു ചെറിയ പൊതി എന്നിട്ട് അവനങ്ങ് പോകും. കാരണം പൈസ ഒന്നും വാങ്ങാൻ നിൽക്കണ്ട. കാരണം അതെല്ലാം ഒരു അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് കൊടുത്തുകയില്ലേ, അത് നേരത്തെ പേ ചെയ്യും. അത് വളരെ അതിൽ നിന്ന് ഒരു ഇൻകം. മിക്കവാറുമുള്ള കുട്ടികൾ പലരും ഒരുപാടത്ത് പഠിക്കാൻ വരുന്ന IAS പഠിക്കുന്ന മറ്റവരും പഠിക്കുന്നവരൊക്കെ കുട്ടികളെല്ലാവരും ഇപ്പോൾ ഡ്രഗ്സിലോട്ട് പോയി. അവർ വിചാരിച്ചിരിക്കുന്ന ഈ ഡ്രഗ്സ് അത് തന്നെയല്ല, ഈ കമ്പ്യൂട്ടറിൻ്റെ ആധിക്യം അത് നമ്മുടെ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യും. അതിനകത്ത് കൂടുതൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായ പിള്ളേരൊക്കെ ധാരാളം സമയം, ദിവസം 8-10 മണിക്കൂറൊക്കെ അവരുടെ മൊബൈലിലും അവരുടെ ലാപ്ടോപ്പിലും ചിലവാക്കുന്നത് തീർച്ചയായിട്ടും ആ ബ്രെയിന് അത്രയും ലോഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഡീവിയേഷൻ ഉണ്ടാവും. അവരുടെ സ്ഥലകാല ബോധമൊക്കെ മാറും. ഓക്കെ, അങ്ങനെ ഇവർ ക്രൈമിലേക്ക് പോകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തുഫാന് ഇപ്പം വന്നപ്പം നമ്മൾ എത്രായിരം കേസുകളാണ് എടുക്കുന്നത്, കണ്ടില്ലേ? അപ്പം നമ്മുടെ ഇവിടെ സർവ്വ കടകളിലും അല്ലെങ്കിൽ ചുറ്റുവട്ടം മുഴുവൻ നമ്മൾ ദൈനംദിന അരിയൊക്കെ വാങ്ങുന്നവർ ഈ സാധനം റെഡിയാണ് എല്ലായിടത്തും. അതുകൊണ്ട് ആ ലെവലിലോട്ട് പോയി. എന്തായാലും പൂനെയിലെ കൊലപാതകം നമ്മുടെ വഴിതെറ്റുന്ന യുവത്വത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. അതുപോലെ ഒട്ടേറെ സംഭവങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുന്നു എന്നാണ് ജോർജ് ജോസഫ് സാർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ കുട്ടികളെയും നമ്മൾ വളരെയേറെ കരുതലോടെ വളർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പുതിയ തലമുറ പുതിയ ഗാഡ്ജറ്റ്സിലേക്കൊക്കെ തന്നെ കൂടുതൽ ആകൃഷ്ടരായി അതിൽ ലയിച്ച് അതിൻ്റെ അടിമകളായി മാറുമ്പോഴാണ് അവർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് ഒരു വിഭ്രജനാത്മകമായിട്ടുള്ള ഒട്ടേറെ തെറ്റുകളിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ പോകുന്നത്, അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ഇത് സമൂഹം ഒന്നടങ്കം ഒരുപോലെ ചിന്തിച്ച് പ്രവർത്തിച്ച് മാറ്റിയെടുക്കേണ്ടുന്ന ഒരു വിപത്താണ്. അതിൽ ഓപ്പറേഷൻ തൂഫാൻ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് മുൻകൈയെടുത്ത നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അതുകൂടി പറയേണ്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.